നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 18-ാം തീയതി, അതായത് 1201-ാം ആണ്ട് മകരമാസം 4-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്, ഞായറാഴ്ചയാണ്, ശുഭദിനവുമാണ്. പക്ഷേ ഇന്ന് അമാവാസിയാണ്. അമാവാസി വരിക എന്ന് പറയുമ്പോൾ ഇരുട്ട് വ്യാപിച്ചിരിക്കുകയാണ്. അമാവാസി ദിവസം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സൂര്യൻ്റെ ദിവസമാണെങ്കിൽ പോലും അമാവാസി ബാധിക്കും. അതുകൊണ്ട് ഒരു ശുഭകാര്യങ്ങളും ചെയ്യാതിരിക്കുക. മകരമാസത്തിലെ പൂരാട നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അമാവാസിയാണ്, ഇരുട്ട് വ്യാപിക്കും, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, ടെൻഷൻ കൂടും, ശാരീരിക വൈഷമ്യം ഉണ്ടാവും, സാമ്പത്തിക നഷ്ടം വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. ഇരുട്ട് മാറാൻ വേണ്ടി ഞായറാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സൂര്യഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു പോവുക. എല്ലാ ദിവസവും ഒരു വർഷക്കാലവും സൂര്യനെ ഭജിക്കണം. എങ്കിലേ നമുക്ക് പ്രശസ്തി വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ പ്രശസ്തിയെ, അംഗീകാരങ്ങളെ തടഞ്ഞു വയ്ക്കും. അതിനൊപ്പം തന്നെ അമാവാസി വന്നിരിക്കുന്നത് കൊണ്ട് പൗർണമി ദിവസം, എല്ലാ മാസത്തിലെയും പൗർണമി ദിവസം നമുക്ക് പൗർണമി പൂജ നടത്തണം. അതായത് പൗർണമിയിൽ അന്ന് വ്രതത്തോടുകൂടി ദേവീക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കണം. അത്രയും ചെയ്തു പോകുമ്പോൾ ദോഷഭാവങ്ങൾ മാറിക്കിട്ടും, നമുക്ക് ഐശ്വര്യഫലം സിദ്ധിക്കും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും, അമാവാസിയാണ്, സൂക്ഷിച്ച് കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാലം തുടങ്ങുന്നത് 4:30-ക്കല്ല, 4:54 തുടങ്ങുകയുള്ളൂ. 6:20 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക് നല്ലതല്ല. ഈ സമയത്ത് യാത്ര തിരിക്കുകയാണെങ്കിൽ നമ്മളെ ഇട്ട് ചുറ്റിക്കും, രാഹു ചുറ്റും പോലെ ചുറ്റിക്കും. അതുപോലെ ഇന്നും യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഉണ്ട്. നമുക്ക് ആ സമയം ആകിലും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അത് ഗുളികൻ്റെ സമയം 3:27 തൊട്ട് 4:54 വരെയും, യമകണ്ഠകാല സമയം 12:35 തൊട്ട് 2:01 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഞാൻ പറഞ്ഞു, മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. കർത്തഭാവമുള്ളത് കൊണ്ട് ആ ഇരുട്ട് കിടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും അഭിജിത്ത് എടുത്തേ തീരുള്ളെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. 12:11 തൊട്ട് 12:59 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. ചുവപ്പ് കളറോ, റോസ് കളറോ, താമരപ്പൂവിൻ്റെ കളറോ, അല്ലെങ്കിൽ ഗോൾഡൻ കളറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം അമാവാസി ഉണ്ടെങ്കിൽ പോലും ഇരുട്ടൊക്കെ മാറി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ വേണ്ടി സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.